ഏയ് എന്തു പറ്റി? നിന്റെ കണ്ണിനെന്താ പറ്റിയേ? അറിയില്ല, കണ്ണിൽ എന്തോ പോയി. ഏയ് ഇത്ര തന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ പറ്റിയ നിനക്ക്? നീ ശരിക്കൊരു പൊട്ടി തന്നെയാ. ആരെങ്കിലും സോപ്പുള്ള കൈ കൊണ്ട് കണ്ണ് തൊടുവോ? ഏയ് തൊടല്ലേ, അത് ഇനി നീറ്റിൽ കൂടെ ഉള്ളൂ. ഒന്ന് ഒച്ച വെക്കാതിരിക്കേ, കോമൺ സെൻസും ഇല്ല. അതിഥി, അഞ്ജലി, അതിഥി, ഇവർക്ക് എവിടെ പോയി കിടക്ക? അതിഥി, അവർക്ക് ചെവി കേക്കില്ലേ? അവരെന്തിനാ വിളിക്കുന്നേ? നീ മനുഷ്യനല്ലേ, എന്താന്ന് നിനക്ക് നോക്കാൻ പാടില്ലേ? ഞാൻ പറയുന്നത് നിന്റെ തലേ കയറുന്നില്ലേ? ഏയ് കണ്ണ് തൊടല്ലേ, നീറ്റിൽ കൂടും. സ്റ്റോപ്പ് ഇറ്റ്. കണ്ണെരിയുന്നല്ലേ പറഞ്ഞേ. സ്റ്റോപ്പ് ഇറ്റ്. മര്യാദയ്ക്ക് മിണ്ടാതെ നിന്നോണം. കണ്ണെരിഞ്ഞാ പിന്നെ കരയാതിരിക്കാൻ പറ്റുമോ? എന്നോട് തർക്കുത്തരം പറഞ്ഞുകൊണ്ടല്ലോ ഒരെണ്ണം പൊട്ടിക്കും ഞാൻ. ഇത്ര ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാ ഇതിനാണോ ഇത്രയും ബഹളം ഉണ്ടാക്കിയത്? സെൻസ് ഇല്ലാത്തൊരു കഴുത. ഈ മീനാക്ഷിക്ക് പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പുറകെ നടന്ന് എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ? മീനാക്ഷിയെ കുറിച്ച് ആലോചിക്കുമ്പോ ഞാൻ ആകെ സ്റ്റക്കായി പോവാ. ബോഡിയെല്ലാം വൈബ്രേറ്റ് ആവുകയാണല്ലോ. ഒരു ക്വാർട്ടർ അടിച്ചിട്ട് പ്രപ്പോസ് ചെയ്താലോ? എന്ത് പൊട്ട ഐഡിയല്ലേ എന്റെ. എടാ സുമേഷേ, നിന്റെ ബ്രെയിൻ ഇങ്ങനെ കൺഫ്യൂസ് ആയി പോയിരിക്കുകയാണല്ലോ. എന്തായാലും അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണല്ലോ. പ്രപ്പോസ് ചെയ്യുന്നതിന് മുൻപ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇതിലും ബ്രില്യന്റ് ഐഡിയ സ്വപ്നങ്ങളിൽ മാത്രം. എന്താ കുഞ്ഞളിയ, ഇപ്പോഴേ ആരതിയുടെ ഭർത്താവായോ? പിന്നല്ല തളിയ, ഒരു തവണ കല്യാണം അങ്ങനെ ഫിക്സ് ആയ പിന്നെ എന്റെ സ്വന്തം ഭാര്യ തന്നെയല്ലേ. ഇപ്പോഴത്തെ കഷ്ടപ്പാടൊന്നും ഒന്നുമല്ല, കല്യാണം കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലായിക്കോളും. അതൊന്നും അങ്ങനെ പറഞ്ഞളിയ, ലവ് മാരേജ് കഴിഞ്ഞാ പിന്നെ പ്രശ്നങ്ങൾ കുറവായിരിക്കുന്ന കേട്ടിട്ടുള്ളത്. പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? കല്യാണം കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എല്ലാം അതോടെ തന്നെ അവസാനിക്കും. താലി കെട്ടുന്നത് സ്വന്തം ഗേൾഫ്രണ്ടിനെ ആയാൽ പോലും വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് അവള് ഭാര്യയായി മാറിപ്പോവും. ഒരു തവണ അങ്ങനെ ആയിപ്പോയാ പിന്നെ നോക്കണ്ട, പഴയ ഗേൾഫ്രണ്ടിനെ പിന്നെ കാണില്ല. പുതിയ ഒരെണ്ണം പിന്നെ സെറ്റ് ആക്കാനും പറ്റില്ല. ചേട്ടാ, അവന്റെ ഫിലോസഫി ഒന്നും കേൾക്കാൻ പോണ്ട, എല്ലാം ചുമ്മാ. വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞത് നീ ഒന്ന് മനസ്സിൽ വെച്ചാൽ നന്നായിരിക്കും. ആ മോനെ സിദ്ധാർത്ഥ്, നമുക്ക് പൂജ തുടങ്ങിയാലോ? ആരതി മതിയാക്കെ, എപ്പോ നോക്കിയാലും നീ ജോലി തന്നെ. ഇന്നും നീ പഴയ സാരിയാണ് ഉടുത്തിരിക്കുന്നേ. എന്റെ ഭഗവാനെ, ഈ വർഷം നല്ല ബിസിനസ് ഒക്കെ ഉണ്ടായി എന്റെ 4 പെൺമക്കളുടെ കല്യാണം നടത്താൻ വേണ്ടിയുള്ള കാശ് എനിക്ക് കിട്ടണേ. ഡിമാൻഡ് കുറച്ച് വലുതായി പോയി തോന്നില്ലേ പരിമളയ്ക്ക്? ഒരു വർഷത്തിൽ ഇത്രയും ഓർഡർ കിട്ടിക്കഴിഞ്ഞാ അമ്മ എങ്ങനെയാ അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്നേ? നീ ഒന്നും മിണ്ടായിരിക്കോ, ഞാൻ റാണിക്ക് പൂജ ചെയ്യുന്ന കണ്ടില്ലേ? അതിനെന്നും പൂജ കിട്ടുന്നുണ്ടാവും അമ്മ. ഏയ് എടി മരപ്പോത്തെ, എന്റെ റാണിയുടെ കാര്യത്തിൽ നീ ഇടപെടാൻ വരല്ലേ? ഒന്ന് നിർത്തന്റെ പിള്ളാരെ, വന്ന് പൂജ ചെയ്യേ. ഞാൻ ചെയ്യാം ആദ്യം. ആ വേഗം വാ, ദാ ഇവിടെ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ആ കുമ്പളങ്ങി ഇങ്ങോട്ടൊന്ന് എടുത്തേ. ആ നാരിക മുന്നിലേക്ക് വെക്ക്. ആ അവിടെയും വെക്ക്. ദാ ഇവിടെയും കൂടെ. സൈക്കിളിന്റെ ടയറിലും വെക്ക്.
ആദ്യം എന്റെ സൈക്കിളും നാരങ്ങയുടെ മേളിൽ കയറ്റാം. ശരി. മിടുക്കിയാണല്ലോ. ഇനി എന്റെ അവസരം. എന്തുപറ്റിയമ്മോ, നിന്റെ റാണി സ്റ്റാർട്ട് ആവുന്നില്ലേ? ചേട്ടാ, എമർജൻസി സമയമൊക്കെ വരുമ്പോ എനിക്കൊരു കൈ തരാൻ റാണി മാത്രല്ലേ ഉള്ളൂ. ഇതെന്താ തമാശയാ? പൂജ ചെയ്താലും നിന്റെ റാണി പിണങ്ങി നിൽക്കുവാണല്ലോടി. പയ്യെ പറയാമേ, എങ്ങാനും കേട്ട ഈ ആഴ്ച മുഴുവൻ സ്ട്രൈക്ക് എടുക്കുള്ളൂ. അമ്മേ, ഇതിന് കൊടുത്ത ബിൽഡപ്പ് കുറച്ച് കൂടുതലായി, അതാ സ്റ്റാർട്ട് ആവാതെ. നീ ഒരക്ഷരം വേണ്ടി പോരുത്. എന്താ അഹങ്കാരം നിനക്ക്? എല്ലാം നീ കാരണം സംഭവിച്ചേ. നീ ചിലപ്പോ മനസ്സിൽ പ്രാഗി കാണോ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അത് നന്നായി. ഇതിന് മനസ്സിൽ പറയുന്നതൊക്കെ മനസ്സിലാവോ? മനസ്സിലാവോടി? മനസ്സുകൾ തമ്മിൽ മനസ്സിലാക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. വീണ്ടും തുടങ്ങേണ്ട രണ്ടുപേരും കൂടെ വഴക്ക്. അമ്മു, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തേ, അവർക്ക് ലേറ്റ് ആവുന്നുണ്ട്. ഒരിച്ചിരി സമയം അധികം എടുത്ത് സ്റ്റാർട്ടായാലൊന്നും കുഴപ്പമില്ല. എന്റെ പൊന്നല്ലേ, ഒന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ആവടി. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് നീ എന്റെ മാനം കളയല്ലേ. എത്ര സ്നേഹത്തോടെയും ഭക്തിയോടെയും ഞാൻ നിനക്ക് പൂജ ചെയ്തത്. പ്ലീസ് മോളെ, ഒന്ന് സ്റ്റാർട്ട് ആവ്. നിനക്ക് എപ്പോഴും നിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. സമയം സന്ദർഭം ഒന്നും നോക്കാതെ പെരുമാറും. ഞാൻ നിനക്ക് ബിൽഡപ്പ് ഒക്കെ തരും, എന്നിട്ട് നീ എന്റെ മാനം കളഞ്ഞു. അതുകൊണ്ടാ പറയുന്നേ, അതിന്റെ സമയം കഴിഞ്ഞു, അത് വിക്കന്ന്. മിണ്ടായിരിക്കടി. പൂജ ചെയ്തപ്പോ തന്നെ വിൽക്കുന്നതിനെ കുറിച്ച് പറയല്ലേ. റാണിക്ക് എങ്ങാനും മനസ്സിലായ അത് അവക്ക് സഹിക്കാൻ പറ്റുമോ? വെള്ളവും ആഹാരവും വിട്ട് പിന്നെ ദിവസങ്ങളോളം ഉപവാസം ഇരിക്കും ഇവള്. ഇവളുടെ വണ്ടി റോഡ് സൈഡിൽ വെച്ചിട്ട് പോയാലും അത് ആരും എടുത്തോണ്ട് പോവില്ല. ആക്രിക്കാരന് പോലും ഇത് വേണ്ട, പിന്നെ എത്ര ബിൽഡപ്പ്. അതിഥി, അല്ലെങ്കിലും നിന്നെ ഭക്തിയോടെ പൂജ ചെയ്ത് ഈ വർഷം മുഴുവൻ നിനക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിച്ചു
ചെയ്തോ? ഇല്ല, നിന്റെ അപ്പൂപ്പൻ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് പോയി. എന്റെ റാണി ഞാൻ പറഞ്ഞ മാത്രമേ സ്റ്റാർട്ട് ആവൂ. ഇവളെങ്ങനെയാ സ്റ്റാർട്ട് ആയേ? നിന്റെ ഈ റാണിക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. എന്ത് മനസ്സിലായിന്ന്? ഇവക്ക് നിന്നെക്കാളും നല്ലൊരു ഓണർ ആവശ്യമുണ്ടായിരുന്നു. നിന്റെ കൂടെ സഹവാസം തുടങ്ങിയിട്ട് ഞാനും റാണിയുമായിട്ട് കുറെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാവും. അത് മാത്രമല്ല, നിന്റെ റാണി ഇപ്പൊ കുറച്ച് മിടുക്കിയായിട്ടുണ്ട്. കുഴിമടിച്ചുകളെ കണ്ട ഇപ്പൊ അവക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഈ ലോകത്തെ എല്ലാവരും കേൾക്കും. വേദാന്ത് മേനോൻ എന്ന് വെച്ചാൽ എന്താ തമാശയാണോ? ഇങ്ങനെ വേണം കൗണ്ടർ അടിക്കാൻ. അവൾ അടിച്ച സെയിം ഡയലോഗിനെ തിരിച്ചു പറഞ്ഞില്ലേ? സൂപ്പർ. നമുക്കാരെങ്കിലും വളരെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവരെ നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തന്നെ അറിയാതെ നമ്മൾ അവരെ ഫോളോ ചെയ്യും. അമൂല്യ, അങ്ങനെ അവസാനം റാണിയുടെ പൂജ മുഴുവനായും കഴിഞ്ഞു. വാ കഴിക്കാൻ, എനിക്ക് വിശക്കുന്നു. ചെറിയമ്മ ഉണ്ടാക്കിയ കേസരി ഉപ്പുമാൻ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. എത്ര നേരം എന്നറിയോ കാത്തിരിക്കുന്നു. നമുക്കാരോടെങ്കിലും വളരെ കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരെ ഫോളോ ചെയ്തു പോകും. അളിയ, ചേട്ടൻ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോയല്ലോ. ഭക്ഷണം പോലും ഫുള്ള് കഴിച്ചില്ല. വെറുതെ ബിൽഡപ്പ് ഉണ്ടാക്കിയതായിരിക്കും ചേട്ടാ അയാള്. അല്ലെങ്കിലും അയാൾ ഒരു ബിൽഡപ്പ് രാജാവല്ലേ? അല്ല മൂല്യ, മീറ്റിംഗ് ഫിക്സ് ആയെന്ന് പറഞ്ഞാൽ സത്യമാണ്. പക്ഷെ വീഡിയോ കോൺഫറൻസ് മീറ്റിംഗ് ആണ്. വീഡിയോ കോൺഫറൻസാ? ആക്ച്വലി ഒരാൾ ഓഫീസിലേക്ക് വരണമായിരുന്നു. പക്ഷെ അയാൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ടായത്ര. വീഡിയോ കോൺഫറൻസ് നടത്താമെന്ന് ചോദിച്ചു. ഞാൻ ഓക്കെയും പറഞ്ഞു. ഓ, അതാണോ? ഓക്കെ ഓക്കെ. റൗഡി കൊച്ചേ, നീ ഇന്നലെ അയച്ച മെസ്സേജിന് ചേട്ടൻ റിപ്ലൈ എന്നായിരുന്നു. നിങ്ങളുടെ ചേട്ടൻ പെട്ടെന്ന് റിപ്ലൈ തരുന്ന ആളാണല്ലോ. എത്ര ദിവസം കൊണ്ട് ഞാൻ മെസ്സേജ് അയക്കുകയാണെന്ന് അറിയാമോ? വെറുതെ ദേഷ്യപ്പെടാനോ ഇഗ്നോർ ചെയ്യാനോ അല്ലാതെ ഒരു ഒറ്റ മെസ്സേജ് തിരിച്ചയക്കില്ല. വെറുതെ ബിൽഡപ്പ്, അഹങ്കാരം. അവൻ ആർക്ക് റിപ്ലൈ കൊടുക്കാനാ? അവൻ ആര് ലവ് ചെയ്യാനാ? ദൈവത്തിനറിയാം. ഓഹോ, ഈ പറ്റിക്കൽ പരിപാടിയിൽ നീയും ഉണ്ടായിരുന്നല്ലേ? എന്ത് ചെയ്യാൻ അളിയ? എന്റെ ചേട്ടനെ ഒന്ന് ട്രാക്കിലെത്തിക്കണ്ടേ? എല്ലാം അവന് വേണ്ടിയാ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്തോണ്ട് ഞങ്ങൾ പാർട്ട്ണർഷിപ്പായിട്ടാ വർക്ക് ചെയ്യുന്നേ. ഈ കാര്യം എങ്ങാനും വേദാന്ത് അറിഞ്ഞാലുണ്ടല്ലോ, രണ്ടിനെ അവൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ അറിഞ്ഞാലല്ലേ? നമ്മൾ ഇതൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്തതല്ലേ? അറിയാത്ത രീതിയിൽ തന്നെ ഡീൽ ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യത്തിലേക്ക് എന്നെ മാത്രം ഒന്ന് ഒഴിവാക്കി തന്നേക്ക്. ഒരു തവണ സാരി ഉടുത്തതിന്റെ ക്ഷീണം ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. നിങ്ങളൊരു മഹാനടനളിയ. അന്ന് അളിയന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ നാടകം അവിടെ പൊളിഞ്ഞാൻ. പിന്നല്ലാതെ ഡയറക്ഷനൊക്കെ എന്റെ അല്ലായിരുന്നു വിറ്റ് ചേട്ടാ. നമ്മളെ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ മാത്രമേ സെലക്ട് ചെയ്യൂ. എന്റെ പൊന്നു മോളെ, നീ ഡയറക്ഷനും ചെയ്യണ്ട, എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുകയും ചെയ്യണ്ട. ടെൻഷൻ ആവണ്ട ചേട്ടാ, കഷ്ടപ്പാടിന്റെ ബലം എന്തായാലും കിട്ടും. അവർ റിപ്ലൈ തരുന്നത് വരെ ഞാൻ മെസ്സേജ് അയച്ചോണ്ടേയിരിക്കും. റൗഡി ബേബി ഫീൽഡിൽ ഇറങ്ങിയ പിന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാതെ പറ്റൂ. ബോസ്, ഇതെന്താ ബോസ് ഇത്രയും വലിയ സ്ട്രെസ് ബോളോ? അല്ല, ഈ ബോള് കാണുമ്പോ ബോസ് രാത്രി ഉറങ്ങിയില്ല എന്ന് തോന്നുന്നല്ലോ. അതുകൊണ്ടാ തന്നെ വിളിച്ചേ. അതിന് ഞാൻ എന്താ ഉറക്ക ഗുളികയാണോ? തന്നെ ഞാൻ വിളിച്ചത് ഈ ചളി കേൾക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എപ്പോഴും നിങ്ങളെ സേവിക്കാൻ വേണ്ടിയാ ഞാൻ. പറയൂ ബോസ്.
ഓ പെണ്ണ് വീണ്ടും മെസ്സേജ് അയക്കാൻ തുടങ്ങിയടോ. ഏത് പെണ്ണാ ബോസ്? അമൂല്യ മേഡമാണോ? ഞാൻ അവളെ രാക്ഷസി എന്നാണോ വിളിക്കുന്നേ? വായാടി, വഴക്കാളി, ഇഡിയറ്റ്, സൈക്കോ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ സഹസ്രനാമം തന്നെ ആയി പോകും. ഈ പേരിലൊക്കെയാണല്ലോ അവരെ വിളിക്കുന്നത്. ആ ലിസ്റ്റിൽ രാക്ഷസി ഉണ്ടായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. ഓഫീസിൽ ഇമ്പോർട്ടന്റ് ആയ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ തനിക്കത് ഓർമ്മയുണ്ടാവില്ല. ഇതൊക്കെ തനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലേ? ബോസ്, നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള വഴക്ക് മുഴുവൻ കേൾക്കുന്നത് ഞാനാ. അത് മാത്രമല്ല, ബോസ് മറ്റുള്ളവരെ വഴക്ക് പറയുന്നത് കേട്ടോണ്ടിരിക്കാനും നല്ല രസമാണ് ബോസ്. ചില ദിവസങ്ങളില് നിങ്ങൾ ഉറക്കത്തിൽ പോലും വന്നെന്നെ വഴക്ക് പറയാറുണ്ട് ബോസ്. Just shut up. കുറച്ച് ഫ്രീഡം തന്ന അപ്പൊ താൻ തലേ കയറാൻ തുടങ്ങുമല്ലേ? കം ടു ദ ഡാം പോയിന്റ്. അമൂല്യ മേഡത്തിന്റെ മാറ്റർ വിടത്തില്ല എന്ന് പറ. ഞാൻ പറഞ്ഞത് ആ പെണ്ണിന്റെ കാര്യമാ, ഇവളെ പറ്റിയല്ല. ഏത് പെണ്ണാ ബോസ്? അതേടോ, അന്ന് ആ പാർക്കിൽ വെച്ച് കാണാന്ന് പറഞ്ഞ ആ പെണ്ണില്ലേ, വീണ്ടും അവൾ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഞാനൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ പോലും ഒരു പെണ്ണിന്റെ പുറകെ വരുന്നില്ല. വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും ബോസിന്റെ പുറകെ പെണ്ണുങ്ങൾ പൊക്കോണ്ടേ ഇരിക്കുക. താനെന്താ ഈ ആലോചിക്കുന്നേ? ഫോർ ദി ഫസ്റ്റ് ടൈം എന്റെ മൈൻഡ് വോയിസ് ബോസിന് മനസ്സിലായില്ല. എടോ സുമേഷേ, ബോസ് ബോസ് അല്ല, അതിന് ബോസ് എന്താ റിപ്ലൈ കൊടുത്തേ? ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. കുറെ കഴിയുമ്പോ തന്നെ നിർത്തിക്കോളും. അതാണ്, അവിടെയാണ് ബോസ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. പെൺകുട്ടികളെ വേദനിപ്പിക്കാൻ പാടില്ല. അവര് വളരെ സെൻസിറ്റീവ് ആണ്. വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്താനും പാടില്ല. പിന്നെ ഞാൻ എന്താണോ വേണ്ടത്? അവളെ പോയിട്ട് കല്യാണം കഴിക്കണോ? അങ്ങനെയല്ല ബോസ്. ബോസ് അവർക്ക് റിപ്ലൈ കൊടുക്കാതിരുന്നതിനാൽ അവര് വേദനിച്ച് വിഷമിച്ച് ബുദ്ധിമുട്ടി ഇങ്ങോട്ടെങ്ങാനും വന്ന ബോസ് എന്ത് ചെയ്യും? ഒരു ചാൻസും ഇല്ല. അന്ന് പാർക്കിലേക്ക് വരാത്തവൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുമോ? ബോസ്, ഇതുകൊണ്ടാ പറയുന്നത് ആര് എപ്പോ എവിടെ എങ്ങനെ എൻട്രി ആവുമെന്ന് പറയാൻ പറ്റില്ലെന്ന്. അവര് മറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. അറിയാതെ എങ്ങാനും രംഗപ്രവേശനം നടത്തി കഴിഞ്ഞാലുണ്ടല്ലോ, കാട്ടുതീ പിടിച്ചതുപോലെ എല്ലാം നശിപ്പിക്കും. ആ പെണ്ണിന് വേണ്ടി വാദിക്കാനല്ല ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. ഓ അയ്യോ അല്ല ബോസ്, എന്റെ വാക്കിൽ സത്യമുണ്ട്. ആ പെണ്ണ് നിങ്ങളെ ഡേ ആൻഡ് നൈറ്റ് വാച്ച് ചെയ്തോണ്ടേ ഇരിക്കുക. പിന്നെ നിങ്ങൾ റിപ്ലൈയും കൂടെ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പുറകെ എങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാലോ? അമൂല്യ, എന്തു പറ്റി നിനക്ക്? വാട്ട് ഹാപ്പൻ ടു യു? ഇതുകൊണ്ടാ പറയുന്നേ, ആര് എപ്പോ എവിടെ എങ്ങനെ എൻട്രി ആകുമെന്ന് പറയാൻ പറ്റില്ല എന്ന്. അമൂല്യ, നിനക്ക് എന്താ പറ്റി? കാട്ടുതീയും പ്രളയവും കൂടെ ഒരുമിച്ച് വന്ന പോലെയായി. ഈ കാലാവസ്ഥ ചൂടാകുമെന്നതിന് ഒരു ഡൗട്ടും ഇല്ല. അമൂല്യ, ഒന്ന് കണ്ണു തുറക്ക്. നിനക്ക് എന്താ പറ്റിയേ? ആ പെണ്ണുങ്ങൾ ഇങ്ങനെയാ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അമൂല്യ, get up. എന്താ നിനക്ക് പറ്റിയേ? എപ്പോ നോക്കിയാലും വലിയ റൗഡി ബേബിയാ ഗുണ്ടയെന്നൊക്കെ പറഞ്ഞ് നടക്ക്. ഒരു ചെറിയ ബോൾ വന്ന് വീണപ്പോഴേക്കും നിന്റെ കാറ്റ് പോയോ? അമൂല്യ, get up. എടോ സുമേഷേ, താൻ എന്താ നോക്കി നിൽക്കുന്നേ? പോയി വെള്ളം എടുത്തോണ്ട് വേണം. ശരി 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 ബോസ്. അമൂല്യ, കണ്ടു തുറക്ക. അമൂല്യ, ഇതാ ബോസ്. ഒന്ന് ഓപ്പൺ ചെയ്തു തരാൻ പോലും തനിക്ക് പറ്റില്ലേ? What the bloody hell? What do you think of yourself? തലയ്ക്ക് സുഖമില്ല നിനക്ക്? What's wrong with you? I was worried. നിനക്കിത് പറ്റിയെന്ന് വിചാരിച്ചു. ഒരുപാട് നോക്കല്ലേ ബോസ്, കണ്ണു വെന്തു പോകും. പെണ്ണുങ്ങള് തീ പോലെയാണ്. അമൂല്യ മേഡം, നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാ എന്റെ ബോസിന്റെ അവസ്ഥ എന്താകും? ഓൾറെഡി കൊടുങ്കാറ്റിൽപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇവര് രണ്ടുപേരും ഇതിൽ നിന്ന് പുറത്തു വരുമെന്ന് തോന്നുന്നില്ല. ഇതെന്താകുമെന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. വേദനിക്കുന്നു. What? കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞതാ.
അങ്ങനെ കുട്ടികളി കളിച്ച് നടക്കാതെ കുറച്ച് സീരിയസ് ആവ്. അതെ ബോസ്, ഇന്നലെ എല്ലാം കൊണ്ട് സീരിയസ് ആയിരുന്നല്ലോ നമ്മള്. അതുകൊണ്ട് ഇന്ന് കുറച്ച് റിലീഫ് ആയിക്കോട്ടെ എന്ന് കരുതി കളിപ്പിച്ചതാ. ഈ ബോസിന്റെ റിലേറ്റീവ് ആണെങ്കിൽ കളിപ്പിക്കാനും പറ്റും, ചിരിപ്പിക്കാനും പറ്റും. എന്നാ ഞാൻ ചെറിയൊരു തമാശ പോലും പറയാൻ പറ്റില്ല. എന്തൊരു കഷ്ടം. ഒരാളുടെ കൂടെ ഒരു രാത്രി മുഴുവൻ ചെലവഴിച്ച നീ മറ്റൊരുത്തനുമായി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതിയല്ലേ? നാണമുണ്ടോ നിനക്കൊക്കെ? എടീ, നിന്നെ ഇന്ന് നീ എന്ത് പണിയായി കാണിച്ചത്? എടോ സുമേഷേ, ബോസ്, സത്യമായിട്ട് ഞാനൊന്നും മനസ്സിൽ വിചാരിച്ചില്ല ബോസ്. ഒന്ന് പോയി എന്റെ ഡയറി എടുത്തോണ്ട് വാ. ഓ ബോസ്, അത് പുറത്ത് വെച്ചിരിക്കാ. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇവനെയൊക്കെ നോക്ക്. ബോസ്, ആക്ച്വലി അത് ഇന്നലെ Shut up. ഞാൻ സംസാരിച്ചിട്ട് പറഞ്ഞാ മതി. നീ പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് വന്നിട്ട് ഞാൻ നിന്റെ ബോസ് അല്ലേ? പറയാൻ വന്ന വിഷയം മാറ്റാൻ നോക്കുന്നോ? അത് ശരിയാണല്ലോ, സോറി. നിക്ക്. എന്നെ തിരിച്ചു വിളിക്കുന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. എന്ത് പറ്റി ബോസ്? ഞാൻ എന്താ പോവണ്ടേ? എന്തെങ്കിലും ജോലി ചെയ്യണോ അതോ ഇവിടെ തന്നെ നിക്കണോ? പോയിക്കോ. ആരാ പറഞ്ഞു നിന്നോട് പോകണ്ടെന്ന്? പക്ഷെ നെക്സ്റ്റ് ടൈം വരുമ്പോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണം വരാൻ. Bloody psycho woman. ഷോ, എന്തൊരു മഴയത്! 5 മിനിറ്റ് മഴ പെയ്യും, വീണ്ടും നിൽക്കും. അതെ നിങ്ങൾ എവിടെയാ? അച്ഛൻ പൂജാമുറിയിലാ ഉള്ളത്. അതെയോ, ഒരുപാട് ലേറ്റ് ആവുന്നു മോളെ. അച്ഛൻ എന്തായാലും ഇന്ന് സെക്കൻഡ് ഷിഫ്റ്റ് അല്ലേ, അതുകൊണ്ട് പതുക്കെ റെഡിയായ പോരെ അമ്മേ. അയ്യോ, ഞാൻ ജോലിയെ പറ്റി അല്ലല്ലോ സംസാരിക്കുന്നേ. വിക്രാന്തിന്റെ വീട്ടിൽ പോയി നിശ്ചയത്തിന്റെ കാര്യം എന്തൊക്കെയാന്ന് അറിഞ്ഞിട്ട് വരണ്ടേ? അവരുടെ അഭിപ്രായം എന്താണ്, അവരുടെ ഭാഗത്തുനിന്ന് എത്ര ആൾക്കാരൊക്കെ വരുന്നെന്ന് നമുക്ക് അറിയണ്ടേ? വിക്രാന്തിന്റെ പേരും അവന്റെ വീട്ടുകാരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ നിന്റെ മുഖമൊക്കെ അങ്ങ് ചുവന്നല്ലോ. എന്റെ സുന്ദരി മോള്. അതെ, ഓ, ഇദ്ദേഹം ദൈവത്തെ വെറുതെ വിടില്ലെന്നാ തോന്നേ. അതെ, ആ വേഗം റെഡിയാവുക, നിങ്ങൾ ലേറ്റ് ആവുന്നു. ആരതി, നിന്റെ അമ്മ കാണിക്കുന്ന കണ്ടിട്ടേ കല്യാണം നിനക്കല്ല ഇവക്കാണെന്ന് തോന്നുന്നു. അയ്യേ, ഒന്നും മിണ്ടായിരിക്കേ, വായി തോന്നൊക്കെ വിളിച്ചു പറയാതെ. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ, നീ അത് സത്യാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ? അന്നെന്തോ എനിക്ക് നിന്നെ കെട്ടാൻ സമ്മതം തോന്നി, വേറെ ആരും അതിന് സമ്മതിക്കില്ലായിരുന്നല്ലോ. നിങ്ങളല്ലല്ലോ സമ്മതം മൂളിയെ, ഞാനാ സമ്മതം മൂളിയത്. ആരതി, കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ അമ്മ ഇതുപോലെ ആ ഊ എന്നൊക്കെ മുഖം തിരിക്കുമായിരുന്നു. ബോസ്, ഇതിനെല്ലാം ഒരു ഫുൾ പ്രൂഫ് പ്ലാൻ വേണം. ആ പെണ്ണ് സ്വയം ഒരു തന്റേടിയാണെന്നാണ് കരുതിയിരിക്കുന്നത്. നിങ്ങളെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുമെന്നും കരുതുന്നുണ്ട്. എന്നാൽ അവൾക്കറിയില്ല നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടെന്ന്. ബോസ്, ആദ്യം അവൾ ആരാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ആദ്യം അവളെ മീറ്റ് ചെയ്യണം. നോനോ, എനിക്ക് അവൾ ആരാന്നൊന്നും അറിയണ്ട. പിന്നെ ഞാൻ എന്തിനാ മീറ്റ് ചെയ്യുന്നേ? ആ പെണ്ണിന്റെ മേളിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പെണ്ണിനോട് ഇനി ഇൻട്രസ്റ്റ് ഉണ്ടോ ബോസ്? ഹായ് ഡാർലിംഗ്, ഗുഡ് മോർണിംഗ് എന്നോ? ഡിസ്കസ്റ്റിംഗ്.